ഗുഡ് മോർണിംഗ്. ആ ദിവാകരേട്ടനോ? എനിക്ക് എന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? നാട്ടുകാരുടെ പ്രശ്നങ്ങളല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? ഇവിടെ ഡിമാൻഡ്സ് വെച്ചെന്നോ തീരുമാനങ്ങളൊന്നും ആയില്ലെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. രാജ, എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് അതങ്ങ് സോൾവ് ചെയ്തേക്ക്. അല്ല, ദിവാകരേട്ടൻ എന്താ ഇക്കാര്യത്തിൽ എത്ര താല്പര്യം? ആ സലീമുണ്ടല്ലോ, അവൻ വന്ന് പറഞ്ഞുകൊണ്ടാ. അവൻ ആള് റിബല, നീ സൂക്ഷിക്കണം. ഇതൊക്കെ പറയാനാണല്ലോ അവർ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വേണുവിന് സെക്രട്ടറി ആക്കിയതിൽ ഒരു വിഭാഗം തൊഴിലാളികൾക്ക് എതിർപ്പുണ്ട്, പ്രത്യേകിച്ചും സലീമിന്. ഏതായാലും എന്റെ മധ്യസ്ഥതയിൽ നമുക്ക് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കണം. സോറി, എനിക്കതിൽ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂ രാജ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് എന്റെയും കൂടെ പ്രശ്നമാണെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതല്ലേ. ക്ഷമിക്കണം, ഇവിടുത്തെ തൊഴിൽ പ്രശ്നം മാനേജ്മെന്റും തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിൽ രാഷ്ട്രീയക്കാരൻ ദിനം പകരുന്നത് എനിക്കിഷ്ടമല്ല. ഓഹോ, അപ്പോൾ നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അല്ലേ? രാജ, എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നെ ആവശ്യം വരും. അന്നേ രാഷ്ട്രീയക്കാരന്റെ നിറത്തിന്റെ വില എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അന്ന് സാറല്ലേ പറഞ്ഞു വേണു നല്ലവനാണെന്ന്. ഇപ്പൊ എന്തായി? ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവൻ രാജേന്ദ്രന്റെ കയ്യിലെ വെറും പാവയാണെന്ന്. ഒരിക്കലും രാജേന്ദ്രൻ എന്നോട് ഇത്ര ധിക്കാരമായിട്ട് പെരുമാറിയിട്ടില്ല. നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അവൻ ആ വേണു കൂടെയുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. അളിയനാവാൻ പോവല്ലേ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ നേർത്തത്. അപ്പ കേൾക്കാൻ ആരും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും. ഈ ഇട്ടിരിക്കുന്ന വില കുറഞ്ഞ വസ്ത്രത്തിന്റെ വില അവൻ അറിയില്ല. ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ എന്നെ കിട്ടില്ല. ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. സലീം, അങ്ങനെ എടുത്ത് ചാടരുത്. സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം. എന്തു തന്നെ വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് വാക്കാണോ? ഇത് തീർച്ച. എന്നാ ഞാനിപ്പോ പോന്നു. ഞങ്ങൾ പോട്ടെ. രാജ, ഞങ്ങൾ ഡിമാൻഡ്സിന്റെ കാര്യം എന്തായി? പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു വരുന്നു. പിന്നൊരു കാര്യം, നിങ്ങൾ എന്തിനാ ദിവാകരനെ മീഡിയേറ്റർ ആയിട്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? എനിക്ക് അയാളുടെ സംസാര രീതി ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളാരും പറഞ്ഞയച്ചില്ലല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ഡിമാൻഡ്സ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ ഫാക്ടറി പൂട്ടിയിടേണ്ടി വരും. ഏയ്, അങ്ങനൊന്നുമില്ല. മിനിമം ഡിമാൻഡ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. കൊള്ളാം. ഇതാണോ മിനിമം ഡിമാൻഡ്സ്? റോ മെറ്റീരിയൽസിനൊക്കെ ദിനം പ്രതി വില കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എക്സൈസ് ഡ്യൂട്ടി, കറണ്ട് കട്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ എല്ലാ ഡിമാൻഡ്സും ഞാൻ അംഗീകരിച്ചു തന്നില്ലേ? ഇക്കൊല്ലം കമ്പനി വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റിനോടല്ല, പിന്നെ ആരോട് ചോദിക്കാനാ? ഏതായാലും ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ചോദ്യം തന്നെ അവർ എന്നോട് ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നീ അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. അവരോട് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വിലപ്പോവില്ല. നിങ്ങൾ ആര് പറഞ്ഞു ഈ പുൽവായിലൊക്കെ പോയി തലയിടാൻ? രാജ, നീ ഒരു തൊഴിലാളിയാണെങ്കിൽ അവരുടെ വികാരം നിനക്ക് മനസ്സിലാവും. എത്രയും വേഗം ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിനക്കെതിരായിട്ട് എനിക്ക് നീങ്ങേണ്ടി വരും. ഭീഷണിയാണോ? ഭീഷണിയുടെ മുമ്പിൽ രാജൻ തലകുനിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഭീഷണിയല്ല, 100 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അത് കണ്ടില്ലെന്നടിക്കാൻ എന്നെ കൊണ്ടാവില്ല. വേണോ? മനസ്സിലായോ? നിങ്ങളുടെ നേതാവും മുതലും തമ്മിലുള്ള ബന്ധം. ഞാൻ അന്നേ പറഞ്ഞു അവനെ സെക്രട്ടറി ആക്കരുതെന്ന്. അപ്പൊ ആരും കേട്ടില്ല. നാളെ തന്നെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി
ഇവനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അല്ലെങ്കിൽ മുമ്പ് രണ്ടും കൂടി ചേർന്ന് നമ്മളെ കുഴങ്ങലിപ്പിക്കും. അങ്കിൾ മിനിമോളുടെ പെണ്ണുക്കോ ആണോ? അങ്കിൾ, ഈ അങ്കിൾമാർക്ക് എന്ത് പറ്റി? അങ്കിൾ വേണമെങ്കിൽ എന്താ മിണ്ടാത്തെ? പറയൂ അങ്കിൾ. ഒന്ന് ചുമ്മാ ഇരി. വരണ പോ. വേണു, നീ എവിടെ പോന്നു? നീ വാ, അകത്തേക്ക് വരാൻ. അല്ലേ, നിങ്ങളെന്താ ആരാരൊന്നും ഉണ്ടായിരിക്കുന്നത്? നിന്നോടാ ചോദിച്ചത് എന്താ ഉണ്ടായെന്ന്? എന്താണ് രണ്ടും മരവട്ടിക്കാതിരുന്ന കാക്കയെ പോലെ ഇരിക്കുന്നത്? എന്താ ഉണ്ടായത്? മോളെ, എന്താ ഉണ്ടായത്? മോള് പറ. മുത്തശ്ശി, കാറ് വെച്ച് രണ്ടുപേരും എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ ചോദിച്ചപ്പോ അങ്കിൾ എന്നെ വഴക്ക് പറഞ്ഞു. അതെന്താടാ രാജാ? അവനോട് ചോദിക്കും. വേണു, എന്താടാ? എന്താ ഉണ്ടായെന്ന് അവന് പറഞ്ഞൂടെ? കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളാണ്ട് പ്രായമായി, എന്നിട്ട് കുട്ടികളെ മാറിയിട്ടില്ല. അമ്മ, ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഡിമാൻഡ്സിന്റെ കാര്യം പറഞ്ഞവന് ഇഷ്ടപ്പെട്ടില്ല. ഇവന്മല്ല നേതാവിന്റെ സ്വരത്തിലാണ് എന്നോട് ചോദിച്ചത്. ആഹാ, ഇത്രയുള്ള കാര്യം. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീയും പറയണം. അതിന് രണ്ടുപേരും കൂടി മുഖം വീർപ്പിച്ചിരുന്നാലോ? ഇന്നവൻ കാറിന്റെ ബാക്കിൽ കയറാതെ ഫ്രണ്ട് സീറ്റിലായിരുന്നു. അതമ്മ ചോദിച്ചു നോക്കിയേ. ഞാൻ ഫ്രണ്ട് സീറ്റ് ഇരുന്നപ്പോ ഇവന് പറയാറുന്നല്ല പുറകെ വന്നിരിക്കാൻ. രണ്ടും പോത്ത് പോലെ വളർന്നല്ലോ. പാവല്ലേ വഴക്കിടാൻ? വെരി ഗുഡ്. എനിക്ക് വാ കാപ്പിടിക്കാൻ. ഓ, ഇന്ന് ഞാനും കവിതയും കൂടി ജോസിയുടെ വീട്ടിൽ പോയിരുന്നു. അടുത്ത മാസം 22-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സമ്മതം ഒന്നും ചോദിക്കാതെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. വെരി ഗുഡ്. വേണു, നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അവന് സമ്മതമാണ്, പിന്നെ എനിക്കെന്തിനാ അഭിപ്രായ വ്യത്യാസം? എന്നാ നീ ചെന്ന് അമ്മയോടും സിന്ധുവിനോടും ഈ വിവരം അങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ വരട്ടെ? ശരി. മോളെ, വരട്ടെ. പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ആരുടെ കല്യാണക്കാരിയാ പറഞ്ഞത്? മോളുടെ കല്യാണക്കാര്യം. ഇപ്പോഴോ? മോക്ക് കല്യാണം കഴിക്കണ്ടേ? ഇപ്പൊ വേണ്ട മുത്തശ്ശി, പരീക്ഷ കഴിഞ്ഞിട്ട് മതി. മിടുക്കി. സിന്ധു, എടി സിന്ധു. എന്താ ചേട്ടാ? എടി ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഇനി മേലാ നീ രാജിനെ കണ്ടുപോകരുത്. എടി, അവനിവിടെ വരുന്നത് എന്നെ കാണാനോ അതോ നിന്നെ കാണാനോ? ചേട്ടൻ എന്താ നീ പറയുന്നത്? അവനിവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തിനാണ് അവള് കരയുന്നത്? അമ്മേ, ഇവളെ ഇനി ഇങ്ങനെ നിർത്താൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇവിടെ വിവാഹം ഞാൻ ഉറപ്പിച്ചു. ഈ മാസം 22-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. വരൻ ആരാണെന്ന് അറിയണ്ടേ? രാജേന്ദ്രൻ. നേരാണോ? അതെമ്മേ. അപ്പഴേ സാറേ, ഇനി ഈ ഓട്ടവും ചാട്ടവും മരത്തേക്കേറ്റവും ഒക്കെ അങ്ങ് നിർത്തണം. ആ രാജേന്ദ്രന്റെ ഒരു ഗതികേട്.
സാർ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. വെരി ഗുഡ്. ദാവാ ഒന്നുമല്ലേ ഉടമ്പി തടി. ആ ഓക്കെ, ഞാൻ വന്നോളാം. റൈറ്റ്. ആ ദിവാരണോ ഇരിക്കും. രാജ, വിവാഹമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടല്ലോ. ആ അപ്പോ കവിതയുടെ കാര്യമോ? മനസ്സിലായില്ല. അല്ല, അവളെ രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചിട്ടേ നീ വിവാഹം കഴിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ കവിതയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. രാജ, നീ വിചാരിച്ചാൽ നിന്റെ വിവാഹത്തോടൊപ്പം നമുക്ക് കവിതയുടെ വിവാഹം നടത്താം. ആ, ഞാൻ തുറന്നു പറയാം, കവിതയെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. നീ വിചാരിച്ചാൽ നമുക്ക് ഈ രണ്ട് വിവാഹവും ഒരുമിച്ച് നടത്തിക്കളയാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾക്കിനൊരു വിവാഹം വേണ്ടെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ കവിതയെ എന്നും ഇങ്ങനെ നിർത്താനാണ് നിന്റെ ഉദ്ദേശം? നീ അവളെ നിർബന്ധിക്കണം. വിവാഹം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ജീവിക്കാവുന്ന ഒന്നല്ലല്ലോ. ഇപ്പോൾ എന്നെ പോലൊരാളുമായിട്ടുള്ള ബന്ധം ഈ അവസരത്തിൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് നേട്ടമേ ഉണ്ടാവും. വേണ്ട, നിങ്ങളെപ്പോലെയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധവും വേണ്ട, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടവും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളിപ്പോ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുറച്ച് വേറെ ജോലിയുണ്ട്. എന്നാ ഞാൻ നാളെ വരാം. വേണ്ട, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനി മേലാളിയോട് വരണമെന്നില്ല. നീ എന്നോട് മേലാളിയോട് വരണമെന്ന് പറഞ്ഞല്ലേ? പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, നീയും നിന്റെ അളിയനാൻ പോകുന്ന വേണുവും കൂടെ ഇവിടെ തലകുത്തി നിന്നാലും നിന്റെ ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ ഞാൻ പറയുന്നേ നടക്കാൻ പോകുന്നുള്ളൂ. നീ നോക്കിക്കോ. ഓ, നേതാവ് എന്താണാവോ പറഞ്ഞത്? ഫാക്ടറി എന്തെന്നോ ആക്കുമെന്നോ തൊരണ്ടുവെന്നോ കൊളുത്തുവെന്നോ ഒക്കെ. എടാ, നിനക്ക് നാണമില്ലല്ലോ ഈ അലവരാതി വേഷമിട്ടുണ്ടോ നടക്കാൻ? ഇത് വിട്ടോണ്ട് എത്ര നാൾ ഈ തൊഴിലാളിയെ പറ്റി ജീവിക്കും? ചോ, നിന്റെ ഒരു തൊലിക്കെട്ടി. എടാ, നിന്റെ മുന്നിൽ വെച്ച ഇവൻ എന്നെ അവമാനിച്ച് നീ അത് കേട്ടുകൊണ്ടിരുന്നു. ഇതിന് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദിവാകരൻ എന്നല്ലടാ. ഇയാൾക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? നിന്നെയൊക്കെ ഞാൻ കണ്ടോളാടാ. ഓ, കണ്ടോ. വെരി ഗുഡ്. എടാ ദിവാര, നീ എവിടെ പോന്നു? ദിവാര, അവൻ പിണങ്ങി പോവുകയാണോ? അവന് കവിതയെ കല്യാണം കഴിക്കണം. ആഹാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ നടന്നോ? കവിതയുടെ കല്യാണം കഴിഞ്ഞപ്പോ അവന്റെ ഈ രോഗം മാറിയെന്നാ വിചാരിച്ചത്. അതിപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഒന്നുകിൽ മുതലാളിയെ കൊണ്ട് മെമ്മോറാണ്ട് അംഗീകരിപ്പിക്കണം, അല്ലെങ്കിൽ പണി മുടക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് ഞങ്ങൾക്കറിയണം. സലീം, ചൂടായതുകൊണ്ട് കാര്യമില്ല. MD നമ്മുടെ ഡിമാൻഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിത് പറയാൻ നാണമില്ലേ? കുറെ ദിവസമായാലും പഠിക്കാൻ തുടങ്ങിയിട്ട്. സലീം, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മുതലാളി ഉണ്ടല്ലോ. പക്ഷെ പഴച്ചോ നട്ടലെന്ന് പറഞ്ഞൊരു സാധനം തൊഴിലാളിക്ക് തന്നിരിക്കുന്നത് മുതലാളിയുടെ മുമ്പിൽ പടയം വയ്ക്കാനല്ല, അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനാണ്. സലീം, റബ്ബർ പോലെ വളയുന്ന നട്ടലുള്ള നേതാക്കന്മാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. വേണ്ടി വന്നാൽ ഈ സെക്രട്ടറി സ്ഥാനം ഈ നിമിഷം രാജിവെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയും. നീയൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു തൊഴിലാളിയുടെ വികാരം എന്തെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ വേണു, നീ ഇപ്പൊ വന്നതല്ല നന്നായി. നമുക്ക് ഇൻവിറ്റേഷൻ അടിക്കാൻ കൊടുക്കണ്ടേ? അതൊക്കെ പിന്നെ മതി. ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലേ തൊഴിലാളികൾ പണി മുടക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഞാനും നീയും കൂടെ ഒത്തുകളിച്ച സമരം നീട്ടുന്ന തൊഴിലാളികൾ എന്നെ കുറ്റപ്പെടുത്തുക. ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. രാജ, 100 കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണിത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു ഫാക്ടറിയോ വ്യവസായ സ്ഥാപനമോ ഉണ്ടായാൽ അവിടെയൊക്കെ സമരം ഉണ്ടാക്കി ഫാക്ടറി പൂട്ടിച്ച് തൊഴിലാളികളെ പട്ടിണി കിട്ടുന്ന ഒരുപാട് ചോട്ടാ നേതാക്കന്മാരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ നാർന്ന കുപ്പായം നിനക്ക് ചേരില്ല. രാജ, വേണു, ഈ ഫാക്ടറി നിന്റെ സഹോദരിയുടെ കൂടെ ആകാൻ പോവുക. ഇനി ആരുടെ കൂടെ നിൽക്കണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. എനിക്കത് പ്രശ്നമല്ല. ഇപ്പൊ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നുകിൽ ഞാൻ നിന്റെ സുഹൃത്തല്ലാതാകണം, അല്ലെ ഈ ഫാക്ടറിയിലെ ജോലി ഞാൻ രാജിവെക്കണം. അവസാനത്തേതല്ലേ നല്ലത്. നീ തൽക്കാലം ജോലി രാജിവെക്കും. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനില്ലേ? ഓ, നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? നീ എന്റെ തൊഴിലാളി ആകാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ രാജിവെച്ചൊഴിയാം. പക്ഷെ ഇന്നല്ല. പിന്നെ എന്നെ വിശ്വസിച്ച് തൊഴിലാളികൾ എന്നെ ഏൽപ്പിച്ച ജോലി തീർത്തു കഴിഞ്ഞു. അപ്പോ നീ അവരുടെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു? അതെ, ഇക്കാര്യത്തിൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ല. എങ്കിൽ എന്റെ ഫാക്ടറിയാണ്, ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. നിന്റെ ഈ ശബ്ദത്തിനാണ് മുതലാളിമാരുടെ അഹങ്കാരത്തിന്റെ ധ്വനിയുള്ളത്. തൊഴിലാളികളുടെ അധ്വാനമില്ലാതെ ആരും തന്നെ മുതലാളിയായ ചരിത്രമില്ല. എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ പാവപ്പെട്ടവന്റെ മുന്നിൽ മൈക്കിലൂടെ പറയാൻ കൊള്ളാം. നിന്റെ ഈ അഹങ്കാരത്തിന് കനത്ത വില നീ തന്നെ കൊടുക്കേണ്ടി വരും. എല്ലാ നേതാക്കന്മാരും എനിക്കറിയാം. 4 ചില്ലിക്കാച്ചെറിഞ്ഞു കൊടുത്താൽ വാലാട്ടി നിൽക്കുന്ന പട്ടികൾ. വേണുവിനെ നീ പറഞ്ഞ പട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. എടാ,
നാട്ടുകാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആദർശധീരനായ മേലെടുത്ത നാരായണ നായരുടെ മകനെ. Stop it. ഇന്ന് ഈ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണമെന്നില്ല. വേണ്ടി വന്നാൽ ഞാൻ ഈ ഫാക്ടറി പൂട്ടിയിടും. രാജേന്ദ്രൻ ആരുടെ മുമ്പിലും ഇതുവരെ തോറ്റിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ രാജേന്ദ്രനെ തോൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ വേണുവല്ല. Get out. സലീം, നമ്മുടെ ഡിമാൻഡ്സ് അംഗീകരിക്കുന്ന ലക്ഷണമില്ല. നാളെ മുതൽ നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ, നിങ്ങളുടെ ജോലിക്കരുത്.